അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൻ്റെ 12 ദിനരാത്രങ്ങൾ നമ്മൾ വിട പറഞ്ഞു. ഇന്ന് 13ലേക്ക് പ്രവേശിച്ച ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അവ്വലുമാ യജിബു അലൽ ഇൻസാനി മഅരിഫത്തുല്ലാ മുഹമ്മദുർ റസൂലുല്ലാ. ഒരു മനുഷ്യൻ്റെ മേൽ ആദ്യമായി നിർബന്ധമുള്ള കർത്തവ്യമാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. നാം ഇന്ന് വളരെ വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയും അതാണ്. അള്ളാഹുവിനെ അറിയാൻ നാം സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയുക? കൂനു മഅസ്വാദിഖീൻ എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിനെ അറിഞ്ഞ ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അവരോട് കൂടെ അല്പസമയം ഇരുന്ന് അവരോട് കൂടെയായി കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിനെ നമുക്ക് അറിയാൻ കഴിയുന്നത്. കുനു മഅസ്സാദിഖീൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ ആകണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാന ഘട്ടത്തിൽ ബാക്കിൽ ഫിർഔനും സൈന്യവും വരുന്നു. നേരെ മുമ്പിൽ ചെങ്കടലുമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വിശ്വാസികൾ ചോദിച്ചു, മൂസ, ഞങ്ങളെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി ഇന്ന റബ്ബി സയഹ്ദീൻ എന്നാണ്. എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുമെന്നാണ്. അള്ളാഹു വഴി കാണിച്ചു തരുമെന്നുള്ള ഉറച്ച വിശ്വാസം കൽബിലുണ്ടായപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചോൻ പറഞ്ഞു, മൂസ, നിന്റെ വടി കൊണ്ട് ആ സമുദ്രത്തിൽ അടിക്കൂ എന്നാണ് പറഞ്ഞ് അടിച്ചപ്പോൾ അത് 2 ഭാഗമായി. അതിലൂടെ മൂസാ നബിയും വിശ്വാസികളും കടന്നുവെങ്കിൽ അതേ വഴിയിലൂടെ കടന്ന ഫിറഔനെയും സൈന്യത്തെയും അള്ളാഹു മൂക്കിക്കളയുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അതൊരു പാഠമാകുന്നതിന് വേണ്ടി നാം നിന്നെ സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു തആല മൂസാ നബിയെ രക്ഷിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷണങ്ങൾ രക്ഷപ്പെടുത്തി അള്ളാഹു വദ്കുർ അബ്ദന അയ്യൂബ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവൻ്റെ ശക്തിക്കൊരു കുറവുമില്ല. ആ അള്ളാഹുവിനെ അടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക. അവൻ്റെ സഹായം മാത്രമാണ് നമുക്കുള്ളത്. അള്ളാഹു അവൻ്റെ സഹായം ഉൾക്കൊള്ളാൻ, അവൻ്റെ സഹായം ചോദിച്ചു വാങ്ങാൻ അള്ളാഹുവിനോട് നമ്മൾ അടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യ റമളാനിൻ്റെ ഓരോ ദിവസവും അതിനു വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.